അസ്സലാമലൈക്കും, ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു പ്രതികരണ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അൽ ഹാഫിള് കബീർ ബാക്കവി ഉസ്താദിന് ഒരു തുറന്ന വീഡിയോ ആണ്. തുറന്ന കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ തുറന്ന വീഡിയോ എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിലോ പരിചയത്തിലോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ദയവ് ചെയ്ത് കബീർ ബാക്കവി ഉസ്താദിന് അയച്ചു കൊടുക്കണമെന്ന് അറിയിക്കുന്നുണ്ട്. കബീർ ബാക്കവി ഉസ്താദ് ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ അതോടൊപ്പം നമുക്ക് വിശദീകരിക്കുവാനുള്ളത്, കബീർ ബാക്കവി ഉസ്താദ് ഏതൊരു വിഷയത്തെയാണോ വിമർശിച്ചുകൊണ്ട് കൃത്യവും വ്യക്തവുമായിക്കൊണ്ട് പറയുന്നതെങ്കിൽ ആ കാര്യത്തേക്കാൾ അപകടം പിടിച്ച പല കാര്യങ്ങളും മുൻപ് നടന്നിട്ടുണ്ട് എന്നതുകൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ. ആദ്യം നമുക്ക് കബീർ ബാക്കവി ഉസ്താദ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ല്. അതെ മടവൂരാരങ്ങടെ പടച്ചവനെന്ന് പാടി പറഞ്ഞ് അഹ്ലുസുന്നയുടെ ഇടയിലൂടെ അതിന്റെ ഇടയിലൂടെ നിങ്ങൾ ശിർക്ക് കയറ്റണ്ടോ? ഇവിടെ കബീർ ബാക്കവി ഉസ്താദ് പറഞ്ഞത് കൃത്യവും വ്യക്തവുമായ കാര്യങ്ങളാണ്. പ്രഭാഷണ വേദികളിൽ നിന്നുകൊണ്ട് മുന്നിലിരിക്കുന്ന വിശ്വാസി സമൂഹത്തോട് ഉത്ബോധനം നൽകേണ്ട വിഷയം തന്നെയാണ്. കബീർ ബാക്കവി ഉസ്താദിൻ്റെ പ്രഭാഷണം കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം. അതോടൊപ്പം ഈ പിഴച്ച പാട്ടുകാരൻ്റെ ചില പാട്ടുകൾ കേൾക്കാം. അതോടനുബന്ധമായിക്കൊണ്ട് നമുക്ക് കാണിക്കുവാനുള്ള കാലങ്ങളായിക്കൊണ്ട് ഈ പിഴച്ച പാട്ടുകാരൻ പാടുന്ന പിഴച്ച പാട്ട് അതിൻ്റെ അപ്പുറമോ ഇപ്പുറമോ അതോടൊപ്പമോ വെക്കാവുന്ന പിഴച്ച വാദങ്ങളാണ് കാണിക്കുവാനുള്ളത്. അത് നമുക്ക് എല്ലാവരും കേട്ടതായിരിക്കാം. എങ്കിലും ആ രണ്ടുപേരി ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ. അതെ മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. കുൻ ഫയകൂനിൽ കുൻ 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 ഹുവ 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 മടവൂര്, ഹുവ 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 മടവൂര്. കബീർ ബാക്കവി ഉസ്താദ് പറഞ്ഞ പാട്ടിതാണ്. ഇത് മാത്രമല്ല ഈ ത്വരീഖത്തുകാരനായ കറുത്ത വസ്ത്രധാരി പാടിയിട്ടുള്ളത്. ഇതിനപ്പുറവും വലിയ വലിയ പിഴച്ച വാദങ്ങൾ അയാൾ പാടി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ കേൾക്കാം. കബീർ ബാക്കവി ഉസ്താദ്, താങ്കൾ ഈ ഒരു പാട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ എങ്കിൽ താങ്കളുടെ ഒപ്പം തന്നെ കേരളക്കരയിലൂടെ വിശ്വാസി സമൂഹം കേട്ട ശബ്ദമാണ് നൗഷാദ് ബാക്കവി ഉസ്താദിൻ്റെ. അദ്ദേഹം വരവൂർ എന്ന് പറയുന്ന ഒരു മഖാമുമായി ബന്ധപ്പെട്ട് അവിടെ ഉറൂസിന് പോകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കാണിക്കുന്ന വീഡിയോയിൽ അദ്ദേഹം നിൽക്കുന്ന വേദിയിൽ അദ്ദേഹം മാത്രമല്ല, സ്വാബിക് അലി ശിഹാബ് തങ്ങളുണ്ട്. തെറ്റിദ്ധരിക്കരുത്, ലീഗിൻ്റെ പ്രസിഡന്റ് സാദിഖ് അലി അല്ല, സ്വാബിക് അലി ശിഹാബ് തങ്ങൾ കാണിച്ചു തരാം. അവർക്കൊപ്പം തന്നെ മറ്റു പല മുസ്ലിയാക്കന്മാർ ഉസ്താദന്മാരൊക്കെ നിൽക്കുമ്പോൾ ഒരു തങ്ങളോ ത്വരീഖത്തുകാരനോ ആരോ പുണ്യപ്രവാചകനെ വിളിച്ച് സങ്കടം പറയുന്ന വരികൾ, അതാണ് ഇനി കേൾപ്പിക്കുവാനുള്ളത്. കബീർ ബാക്കവി ഉസ്താദ് പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. ഇതൊന്ന് താങ്കൾക്ക് ആളുകൾക്ക് മുമ്പിൽ വിളിച്ചു പറയാൻ കഴിയുമെങ്കിൽ നല്ലതായിരുന്നു. താങ്കളുടെ സുഹൃത്തു കൂടിയായ ബാക്കിയത്തു സ്വാലിഹാത്തിൽ നിന്ന് ബാക്കവി ബിരുദമെടുത്ത നൗഷാദ് ബാക്കവി ചിറയിൻ കീഴ് അവിടെ നിന്ന് ഉന്മാദലഹരിയിൽ തലയാട്ടുന്നത് താങ്കൾക്ക് കാണാം. നമുക്ക് കേട്ടുവരാം. ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്, ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്. ഇനി ഞാൻ കബീർ ബാക്കവി ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് സ്വാബിക് അലി ശിഹാബുണ്ട്, പിന്നെ ബാഗിൽ കുറെ ഉസ്താദന്മാരുണ്ട്. എന്ത് ഉസ്താദന്മാര്? ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്, നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്. പ്രിയമുള്ളവരെ, കരച്ചിൽ കേട്ടിട്ട് ബോറടിക്കണ്ട. കുറച്ചുകൂടി നമുക്ക് കേൾക്കാനുണ്ട്, കുറച്ചധികം വീഡിയോകൾ കാണുവാനുണ്ട്. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. കബീർ ബാക്കവി ഉസ്താദ് ഇവിടെ പാട്ട് പാടുന്ന ആള് അള്ളാന്റെ റസൂലിനെ വിളിച്ച് തേടുന്ന ആ ഒരു റേഞ്ചല്ലേ നമ്മൾ കണ്ടത്. യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് ഹാഫിളായ
കബീർ ബാക്കി ഉസ്താദെ, ഖുർആൻ പഠിക്കാത്ത എനിക്ക് ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. താങ്കൾ ഇതുപോലെയുള്ള ആളുകൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് പാട്ട് മാത്രമല്ല, ഇത് തേട്ടം തന്നെ ഉണ്ട്. കേട്ടോളി കുറച്ചും കൂടി. അത് കഴിഞ്ഞിട്ട് വേറെ ഇഷ്ടം പോലെ ഉണ്ടിട്ടില്ലേ. അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം ഞങ്ങൾക്ക് നൽകണേ യാ റസൂൽ. ഈ അക്രമത്തിന്, ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാഹ്. പൊറുക്കണേ യാ റസൂലല്ലാഹ് എന്നല്ലേ പറഞ്ഞത് ഉസ്താദേ. ആ ആളുകളെ നിങ്ങളൊന്ന് വിളിച്ചിട്ട് ഒന്ന് ചൂരലുണ്ടിച്ച 2 എണ്ണം ചന്തിക്ക് കൊടുത്തിട്ട് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നല്ല പരിശുദ്ധ ഖുർആനിലൂടെ പറയണു. നിങ്ങൾ ആഫിലല്ലേ, നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണോ എനിക്ക് അല്ലേ? അവിടെ അള്ളാന്റെ റസൂലിനോട് പാപമോചനം തേടുകയാണ് ഉസ്താദെ. ഇനി ആ പാട്ടിൻ്റെ ചെറിയൊരു വരിയും കൂടി കഴിഞ്ഞിട്ട് കബീർ ബാക്കവി ഉസ്താദിൻ്റെ പ്രഭാഷണത്തിലേക്ക് പോകാം. കാര്യം കബീർ ബാക്കവി ഉസ്താദ് അറിഞ്ഞിരിക്കേണ്ട, അറിയാതെ പോയതാണോ ഇനി എന്താ അറിയില്ലല്ലോ, നൗഷാദ് ബാക്കവി അവിടെ ആ ഒരു അവസ്ഥ അത് കണ്ടപ്പോൾ ഒന്നുകൂടി അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കേൾക്കാം. നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ് പലവിധ തിന്മകൾക്കും അടിവാണ്. പലവിധ തിന്മകൾക്കും അടിമയാണ്. നബിയെ ഒന്ന് കണ്ട് തെളിയാനാണ്. എന്തായാലും കുറെ സാധുക്കളൊക്കെ ഉണ്ട്, മൂപ്പർ അങ്ങനെ പാടുന്നുണ്ട്. അപ്പോൾ ബഹുമാന്യനായ അൽ ഹാഫിള് ഉസ്താദ് കബീർ ബാക്കവി, താങ്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്കൾ ഇതുകൂടി ആ പിഴച്ച പാട്ടുകാരൻ മാത്രമല്ല അയാളെ പ്രൊമോട്ട് ചെയ്യുന്നല്ല. അയാൾ പറഞ്ഞത് പിഴച്ചതാണ്, പിഴച്ച വാദാണ്. അതേപോലെ പിഴച്ച വാദാണ് ഇവർ പാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉസ്താദിനെ അറിയിക്കുന്നുണ്ട്. ഉസ്താദ് അത് കൃത്യമായിട്ട് വ്യക്തമായിക്കൊണ്ട് തന്നെ ആളുകൾക്ക് മുമ്പിൽ നസീഹത്തായിട്ട് പ്രഭാഷണം നടത്തുമെന്ന വിശ്വാസത്തോടെ ഇനി കബീർ ബാക്കവി ഉസ്താദിൻ്റെ അടുത്ത ആ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആരെന്നോട് പരിഭവിച്ചാല് സഹോദരാ, ഹബീബായ നബി തങ്ങൾ പടപ്പിനെ പടച്ചവനാക്കാൻ പഠിപ്പിച്ചതല്ല. കബീർ ബാക്കവി ഉസ്താദ് വളരെ വ്യക്തമായിക്കൊണ്ട് ദീനുൽ ഇസ്ലാം എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത്, പുണ്യപ്രവാചകൻ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത്, അള്ളാഹു എന്താണോ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് പടപ്പിനെ പടച്ചവനാക്കാൻ കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ആ പിഴച്ച പാട്ടുകാരുണ്ടല്ലോ, ആ ജീലാനിക്കാരൻ, അയാള് പടച്ചോനിലും മേലാക്കുന്നുണ്ട് ഉസ്താദെ. നിങ്ങൾ കേട്ടില്ലേ? കേട്ടോക്കാണിയും അത് കഴിഞ്ഞിട്ട് വേറെയും കേൾക്കാണ്ടിട്ടില്ലേ? പ്രിയമുള്ളവരെ, കബീർ ബാക്കവി ഉസ്താദിന്റെ പ്രഭാഷണം കഴിഞ്ഞിട്ടില്ല. നമുക്ക് ആ പിഴച്ചോന്റെ പാട്ടൊന്ന് കേൾക്കാം. അലമാകെ പോറ്റിടും അർശിന്റെ നാഥനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ ശൈഖന മടവൂർ വലി. രോഗികൾക്കാശ്വാസമേകും അശരണർക്കാലംബമായി സിറിനും സിറായ സിറേ ശൈഖന മടവൂർ വലി. പാപികൾക്കത്താണിയായി കരുണയായി കാരുണ്യമായി കുല്ലിനും അസ്ലായ നൂറേ ശൈഖന മടവൂർ വലി. കബീർ ബാക്കി ഉസ്താദ് ഇത് കാണുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ അപ്പുറമാണ് മടവൂരിനെ കറുത്ത കുപ്പായിട്ട് ഈ ചെങ്ങായി പാടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്? അർഷിൻ്റെ നാഥനായ, അർഷിൻ്റെ നാഥൻ ആരെ ചെങ്ങായിയെ എന്ന് ഉസ്താദ് നിങ്ങൾ ചോദിക്കുക. ഈ സാധുവായ ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല. എന്തായാലും വിശദീകരിക്കുന്നില്ല, കുറേ കാണിക്കാനുള്ളത് കൊണ്ടാണ്. അർഷിൻ്റെ നാഥൻ, രോഗികൾക്ക് പിന്നെ രക്ഷ, അതേപോലെ തന്നെ പാപികൾക്ക്. എന്തൊക്കെ പൊട്ടപ്പോയത്താണ് ത്വരീഖത്ത് പണ്ടാരമേ നീ പാടുന്നത് എന്ന് ചോദിക്കണം. ഇനി പ്രിയ ഉസ്താദെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പിഴച്ചവൻ ഈ പാടിയത് പിഴച്ചത് തന്നെ. എന്നാൽ ഈ പിഴച്ചവൻ പാടുന്നതിന് മുമ്പ് അതിനേക്കാൾ പിഴച്ച പടച്ചോനെ റേഞ്ചിലേക്ക്, പടച്ചോനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ പടപ്പായ റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന, അങ്ങനെ പറയുമ്പോൾ അത് തെറ്റിയിരിക്കണ്ട. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാൻ്റെ അടിമയായ പുണ്യപ്രവാചകനെയാണ് നാം ഷഹാദത്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രവാചകനായിട്ട്
നാം വിശ്വസിക്കുന്നത്. ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ പടപ്പാണ്. ആ പടപ്പിനോട് ഉടയവനായ അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു മൗലിയർ ചോദിക്കുന്നു. ഒന്ന് കണ്ടോക്കാണ് നിങ്ങൾ. ഉസ്താദിനോട് പറയാനുള്ളത്, ഉസ്താദെ ഇതും ഇതിന് മുമ്പേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളിതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് പ്രവാചകനോടുള്ള ദുആ. കേട്ടോളി. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങള് അവിടുത്തെ മദ്ഹ് പറയാൻ വന്നവരാണ്, അവിടുത്തെ കുടുംബത്തിന് മദ്ഹ് പറയാൻ വന്നവരാണ്, മദ്ഹ് പറയാൻ വന്നവരാണ്, ദീനിന് വേണ്ടി ദർസിന് വേണ്ടി സംഭാവന പിരിക്കാനും കൊടുക്കാനും വന്നവരാണ്. ഞങ്ങൾ ആമീനും ദുആയും അല്ലാഹു സ്വീകരിക്കണം, ഞങ്ങളെ സദഖ അല്ലാഹു സ്വീകരിക്കണം. റബ്ബിനോടൊന്ന് പറഞ്ഞ് ഞങ്ങളെ കാര്യത്തിൽ ഇടപെടണേ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഇജാബത്ത് വാങ്ങി തരണേ യാ ഹബീബല്ലാഹ്, ഞങ്ങളെ ഖൽബൊന്ന് നന്നാകണം യാ റസൂലല്ലാഹ്, ഞങ്ങളെ മക്കളൊക്കെ സാലിഹീങ്ങളാകണം യാ ഹബീബല്ലാഹ്. വീടില്ലാത്ത ആളുകളാണ് യാ റസൂലല്ലാഹ്, അവർക്ക് വീട് വേണം യാ ഹബീബല്ലാഹ്. അല്ലാഹുവിനോട് പറഞ്ഞ് വാങ്ങി കൊടുക്കണേ യാ റസൂലല്ലാഹ്, ഒന്ന് സഹായിക്കണേ യാ ഹബീബല്ലാഹ്, ഞങ്ങളെ കാര്യത്തിൽ ഒന്ന് ഇടപെടണേ യാ റസൂലല്ലാഹ്, ഞങ്ങളിലേക്ക് ഒന്ന് ഹാദിറാകണേ യാ ഹബീബല്ലാഹ്, നേർക്ക് നേരെ ദുനിയാവിൽ വെച്ചൊന്ന് കാണണം യാ റസൂലല്ലാഹ്. അല്ലെങ്കിൽ ഹാദിറാണ് റസൂലല്ലാഹ് എന്നൊക്കെ പറയണ്ടേ, ഹാദിറാണ്. അത് വലിയ ദുആണ്, കുറേ നീണ്ടു നിൽക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ വീഡിയോ അയച്ചു തരാം. നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ കഴിയില്ല. ഒരു ഹദീസ് അതൊന്ന് നിങ്ങൾക്ക് മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. ഈ വീഡിയോയ്ക്ക് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, ചെറിയ അക്ഷരമായതുകൊണ്ട് ആർക്കെങ്കിലും കണ്ടില്ലെങ്കിൽ ഒന്ന് വായിച്ചു തരുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് സമന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചത് തന്നെ. ഇത് ബുഖാരിയിലെ 4497 നമ്പർ ഹദീസായിട്ട് വന്നിട്ടുണ്ട്. അള്ളാൻ്റെ റസൂൽ പറഞ്ഞ കാര്യമാണ്. അള്ളാൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് മറ്റുള്ളവരെ, അത് ആരോ ആവട്ടെ, അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ നരകത്തിൽ പ്രവേശിച്ചു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ പ്രവാചകനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കൗമിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് കബീർ ബാക്കവി ഉസ്താദ് പറയുന്നത് കേൾക്കാം. കബീർ ബാക്കവി ഉസ്താദ് മുഴുവനൊന്നും കാണൂലായിരിക്കും, എങ്കിലും കബീർ ബാക്കവി ഉസ്താദ് മനസ്സിലാക്കേണ്ടത് ഒരു പിഴച്ചോ മാത്രമല്ല, ഒരു പിഴച്ചോൻ്റെ പാട്ട് മാത്രമല്ല, ഓനെ മദ്രസ കുട്ടികൾ 1ലും 2ലും പഠിക്കുന്ന കുട്ടികളടക്കം ട്രോൾ ചെയ്യിക്കുന്നു ഉസ്താദെ. ഓനെ ട്രോളാത്തോലെ ആരുമില്ല. ഹാരിസ് മദിനെ അടക്കം ട്രോളി, വേറെ ഏതൊക്കെ AP വിഭാഗത്തിൽ ഉസ്താദന്മാരടക്കം ഇത് പേച്ചവാദം പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അവരടക്കം ട്രോൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും കബീർ ബാക്കി ഉസ്താദ് പറയട്ടെ. ജമാഅയുടെ പറ്റില് വേണ്ടാത്ത ശിർക്കുകളെ നിങ്ങൾ കടത്തി കൂട്ടണ്ട. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പറ്റില് പേരിൽ വേണ്ടാത്ത ഷിർക്ക് കടത്തിക്കൂട്ടണ്ടെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെ പറയണം ഉസ്താദെ. എന്താണ് ആ കറുത്ത തുണിക്കാരൻ എന്താ പാടുന്നതെന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ കൂട്ടത്തിൽ ആരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നും കേൾപ്പിക്കാം. പാട് ചങ്ങായിയെ. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. സുന്ദുസി മടവൂര് സിദ്റപ്പൂവേ, സിദ്റത്തുൽ മുൻതഹ കടന്നവർ 1000 ശംസുല്ലുലമക്ക് പകരം എന്റെ സ്വാഹിബിന്റെ രൂപം മതി നിങ്ങൾക്ക്. വരുന്നുണ്ട്. ഇവിടെ 313 ബദരീങ്ങൾക്ക് പകരം ഈ ഒരൊറ്റ ഏത് തൈയിരിക്കണ ആളെ ഉപരാണ് ഇത്ര ലോകം നിയന്ത്രിക്കണേ. 313 ബദരീകൾക്കും പകരം ഞാൻ കുറേ ചിരിച്ചു ആ ഫോട്ടോ കണ്ടിട്ട്. നിങ്ങൾ ആണെങ്കിൽ കുറച്ച് ചിരിച്ചോളിയും. അപ്പോൾ അയാൾ മതി എന്ന് പറഞ്ഞു. ഈ 313 ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ പൊന്നാരൻ്റെ പൊട്ടപ്പോയത്തക്കാരാ, തലേകെട്ടുകാരാ, കറുത്ത കുപ്പായക്കാരാ, പിഴച്ച വിശ്വാസി, അതിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ ബദരീങ്ങളുടെ നേതാവ്, പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ. അപ്പോൾ കബീർ ബാക്കവി ഉസ്താദെ ഈ ചങ്ങായി ഇങ്ങനെയും പാടിയിട്ടുണ്ട്. പക്ഷേ അതേ പിഴച്ച വാദം അതിൻ്റെ മറ്റൊരു ലെവലിൽ വേറൊരു പിഴച്ചവാദക്കാരൻ ആ രൂപത്തിൽ ഈ കേരളക്കരെ ആകെ കണ്ടതല്ലേ, എല്ലാവരും കണ്ടതായിരിക്കാം. ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. കണ്ടോ കാണി. തിരമ്പുന്ന തിരൽമാലകൾക്കിടയിൽ കുറെ മീറ്ററുകൾ ഉയരത്തിലതാ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സംഗത്ത് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെയാ. ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല.
എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. നിങ്ങൾ എന്റെ കൈയുടെ ആ മണിക്കൂറുകളോളം നിന്നരംഗം നിർത്തിക്കളി. ബദ്രീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല പിഴച്ച പാട്ടുകാരൻ പാടിയതും ഇയാൾ വർഷങ്ങൾ മുമ്പ് പറഞ്ഞതും. ഉസ്താദെ, എന്താ രണ്ടും തമ്മിൽ ഇത്ര വലിയ വ്യത്യാസം? ബദ്രീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ബദ്രീങ്ങളെക്കാട്ടിലും വലിയവനെന്ന് പറഞ്ഞു. ബദ്രീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെന്ന് അള്ളാന്റെ റേഞ്ചിൽ കൊണ്ടായിട്ട് എന്തേ ഉസ്താദ് ഇതിനെ കുറിച്ച് നിങ്ങളൊന്നും പറയാറുണ്ട്? കേൾക്കാനായിട്ടാണ് ഈ കാണിച്ചുകൊണ്ടു. നിങ്ങൾ പറയും, ഇനി ഉസ്താദ് പറയട്ടെ. നമ്മളെ ബഹുമാനായ കബീർ ബാക്കബി ഉസ്താദ് തുറന്ന വീഡിയോയിലെ അടുത്ത ഭാഗം. അപകടകരമായ തരീക്കത്തുകളും അപകടകരമായ പിഴച്ചവാദങ്ങളുമായി നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെയും ദുനിയാവിനെയും ഈ അഖിലുസുന്നയുടെ പേരിൽ നിങ്ങൾ തിരികെ കയറ്റണ്ട. അങ്ങനെ പറയണം ഉസ്താദെ. പക്ഷേ ഈ അഹ്ലുസുന്നയുടെ ആ ഒരു ഇതിലേക്ക് തിരികെ കയറ്റുന്നത് ഷിയാക്കളുടെ പാട്ടിനെ അല്ല വിമർശിക്കേണ്ടത്. അഹ്ലുസുന്നയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. ആദ്യം ഷിയയുടെ പാട്ട് കേൾക്കാം, അത് കഴിഞ്ഞിട്ട് ബറേൽവി ഷിയയുടെ മറ്റുള്ള കാര്യങ്ങളും കാണാം. കേട്ടോക്കി ഉസ്താദെ, ഇതൊക്കെ നിങ്ങൾ ഓരോന്ന് നോട്ട്ബുക്കിൽ എഴുതിയെടുത്തോളി. എന്നിട്ട് ഓരോ പ്രഭാഷണ വേദിയിൽ ഓരോന്ന് പറയണം. കേട്ടോക്കാ നിങ്ങൾ പിഴച്ചോന്റെ പാട്ട്. എല്ലാരും ലൗഹേ നോക്കി ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കും. മടവൂരാ ലൗഹും കലമും ഉഴുതുമറിക്കുന്നേ. എല്ലാം അടക്കി ഭരിച്ച് തിരിച്ചു മറിക്കുന്നേ. എന്തേ പറഞ്ഞത്? ലൗഹിൽ നോക്കിയിട്ട് തിരിച്ച് മറിച്ച് ഉണ്ടാക്കുകയാണെന്നാണ് പറഞ്ഞത്. ഉസ്താദെ, ഇത് പിഴച്ചോന്റെ പാട്ട്. ഇനി ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി കടക്കുന്നതും അത് മായ്ക്കുന്നതും അവിടെ എഴുതി ചേർക്കുന്നതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക പറയൽവികള്. നിങ്ങളെ പ്രഭാഷണ വേദികളിൽ പറയണ ഉസ്താദെ, കേട്ടോക്കെ. ഇതൊക്കെ ആരാ നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ലൗഹുൽ മഹ്ഫൂദ് വരെ തിരുത്താൻ അധികാരമുള്ള നേതാക്കളാണവര്. അതാ ശൈഖുന മടവൂര്. കഴിഞ്ഞിട്ടില്ല, ഇനി വിമാനത്തിനെ നിയന്ത്രിക്കണേ. കേട്ടോ കാണി. ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ മനസ്സിലായില്ലേ ഉസ്താദെ? ഇനി ഇതുപോലെ നിരവധിയുണ്ട് ഉസ്താദെ, നിരവധിയുണ്ട്. വേറൊരു പാട്ടുണ്ട്, എന്തായാലും എഴുതിക്കണ് CM മടവൂരിന്റെ എന്തോ എഴുതിയിട്ടുണ്ട്, കണ്ണു കാണില്ല. കേട്ടോക്കാം നമുക്ക്. എന്നോട് ഫോട്ടോ സാധാ ചിത്രമല്ലെന്നും എൻ ഫോട്ടോ ജീവൻ തുടിക്കുന്നതാണെന്നും എൻ്റെ ആകലീനെ മഹ്ശറ സഭയിന്ന് വേറെ തിരിച്ച് ഞാൻ എന്നോട് ചേർക്കുമേ. ഇത് CM മടവൂരിന്റെ ഫോട്ടോ, അത് സാധാരണ ഫോട്ടോ അല്ല എന്നുള്ളതാണ്. ഈ കറുത്ത കുപ്പായക്കാരനായ ഈ ഷിയ വിശ്വാസിയായ ഈ ആൾക്ക് ഇതിന് പ്രചോദനമായത് ഇവിടെയുള്ള മുസ്ലിയാക്കന്മാരാണ്. നമ്മളൊക്കെ എത്ര കൊല്ലം മുമ്പ് ട്രോളിയിട്ട് കട്ടപ്പുറത്ത് കയറ്റി വെച്ചൊരു മൊയിലേരുണ്ട്. മൂപ്പരിത് പണ്ട് പറഞ്ഞതാണ് ഉസ്താദെ. കേട്ടോക്കാ നിങ്ങൾ. തങ്ങൾ പാപ്പാന്റെ വീട്ടിലുണ്ട് ഒരു ഫോട്ടോ. തങ്ങൾ സിറ്റ് ഔട്ട് കയറിപ്പോ കണ്ടില്ലേ CM ഇങ്ങനെ ഫോട്ടോ കിടക്കുന്നേ. എന്നോട് തങ്ങൾ പറഞ്ഞു, മൂപ്പരെ കണ്ണുക്കോ നോക്കിയായിരുന്നു. ആ കണ്ണുക്ക് തുറന്ന കണ്ണില്ലേ, കണ്ണിന്റെ മണി ഇളകുന്നുണ്ട് കാരണം. തങ്ങൾ പറയാ കണ്ണിന്റെ മണി ഇളകുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കുമ്പോ കണ്ണിന്റെ മണി ഇങ്ങനെ ഇളകാൻ നമ്മൾ തരിക ഫോട്ടാണ്, നമ്മളെ ഫോട്ടോയിൽ ജീവൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുറെ നേരം നോക്കുമ്പോ മടവൂരിന്റെ കണ്ണ് ഇങ്ങനെ ഇളകുക. നല്ല താടിയൊക്കെ വടിച്ചിട്ട് പൗഡറൊക്കെ ഇട്ടിട്ട് കുട്ടപ്പനായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആളായിരുന്നു. അല്ലോ കണ്ടോലൊക്കെ പലരും പറഞ്ഞില്ലേ, ഞാൻ പലവട്ടം കണ്ടതാണ്. താടിയൊക്കെ വടിച്ചിട്ട് പൗഡറൊക്കെ ഇട്ടിട്ട് കുട്ടപ്പനായിട്ട് കിടക്കുന്ന ആ മനുഷ്യന്റെ കാര്യമാണ് ഈ ഒരു മൊയിലിയാർ വേഷധാരി ഈ പാടിക്കൊണ്ടിരിക്കുന്നത് ഉസ്താദെ. അപ്പോൾ കബീർ ബാക്കബി ഉസ്താദെ മറക്കണ്ട. ഇനി ആ ത്വരീഖത്തുകാരനായ ഷിയയുടെ പാട്ട് കേൾക്കാം. പാടിക്ക ചങ്ങായിയെ. മഹ്ശറിൻ കിലുക്കം അർശിന്റെ കുലുക്കം മടവൂരിനൊരുക്കം കാണാമാ കിലുകിലുക്കം. മഹ്ശറിൻ കിലുക്കം അർശിന്റെ കുലുക്കം മടവൂരിനൊരുക്കം കാണാമാ കിലുകിലുക്കം. മഹ്ശറുടെ കിലുക്കം, അതുപോലെ തന്നെ എവിടത്തൊക്കെ കിലുക്കം. ഇവന് കിലുങ്ങിക്കുകയാണെന്നുള്ളത്, റിലേ പോയിക്കുകയാണെന്നുള്ളത് ഓനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത് കേട്ടും കൊണ്ട് കിടക്കുന്നതിന് മാഷാലിലെയും തബാറക്കല്ലിയും മറ്റുള്ള കാര്യങ്ങളും വേദിയും കൊണ്ട് കിടക്കണ ആ പൊട്ടപ്പോയത്തക്കാർക്കും മനസ്സിലായിട്ടില്ല. പ്രിയ ഉസ്താദെ, താങ്കൾ ഒരു പിഴച്ച ത്വരീഖത്തുകാരനെ കുറിച്ച് മാത്രം എല്ലാ ഉസ്താദുമാരും പറഞ്ഞു, ഞാനും പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. താങ്കളോടുള്ള ഇഷ്ടം കൊണ്ട് പറയാണ്. താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യം അത് കൃത്യമായിരുന്നു, വ്യക്തമായിരുന്നു എന്നതുകൊണ്ട് മാത്രം പറയുകയാണ്. താങ്കൾ ഇതൊക്കെ ഒന്ന്
ആ കൂട്ടത്തിൽ പറയണേ ഉസ്താദെ എന്ന് മാത്രം വിനീതമായിട്ട് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.